ഒഡീഷയിൽ കൊല്ലപ്പെട്ട സഹോദരിയുടെ മൃതശരീരവുമായി സഹോദരൻ പോലീസ് സ്റ്റേഷനിലെത്തി. കമല സേഥി എന്ന സ്ത്രീ ഞായറാഴ്ചയാണ് അയൽവാസികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പരാതിയിൽ പറഞ്ഞിരുന്ന പ്രധാന പ്രതിയെ പോലീസ് പിടിക്കുന്നില്ലെന്നും കൊലപാതകങ്ങളും പോലീസും തമ്മിൽ അടുത്ത ബന്ധമാണെന്നും കുറ്റപ്പെടുത്തിയാണ് കമലയുടെ മൃതശരീരവുമായി സുരേന്ദ്ര ഖൈറ പോലീസ് സ്റ്റേഷനിലെത്തിയത്. 15 കിലോമീറ്റർ ദൂരമാണ് കൊല്ലപ്പെട്ട കമല സേഥിയുടെ മൃതദേഹം സൈക്കിളിൽ കെട്ടിവെച്ച് 47-കാരനായ സുരേന്ദ്ര ഒഡീഷയിലെ ഖൈറ പോലീസ് സ്റ്റേഷനിലെത്തിയത്. മണിക്കൂറുകളോളം ആ മനുഷ്യൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. തുടർന്ന് ഉന്നത പോലീസ് അധികാരി പ്രത്യൂഷ് ദിവാകർത്തി സുരേന്ദ്രയ്ക്ക് പറയാനുള്ളത് കേട്ടു. ഞായറാഴ്ച രാവിലെ വീടിന്റെ മേൽക്കൂര മാറ്റുന്ന പണി നടക്കുന്നതിനിടെ ചില സാധനങ്ങൾ അയൽവാസികളായ ഭരത് ജന ഭാരതി ദമ്പതികളുടെ വീട്ടുമുറ്റത്ത് വീണു. ഇതുടൻ മാറ്റണമെന്ന് ഭരത് ആവശ്യപ്പെട്ടു. വീട്ടിലെ പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മാറ്റിത്തരാമെന്ന് കമല മറുപടി പറഞ്ഞു. ഇതിനിടെ പ്രകോപിതനായ ഭരതിന്റെയും ഭാരതിയുടെയും മകൻ മാനസ് കമ്പിപ്പാര കൊണ്ട് കമലയെ അടിക്കുകയായിരുന്നു. കട്ടക്കിലെ SCB മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 45-കാരിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു പിന്നാലെ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലും പോലീസ് ആദ്യം തയ്യാറായില്ലെന്ന് സുരേന്ദ്ര പറയുന്നു. പിന്നീട് കേസെടുത്ത് ഭരത്തിനെയും ഭാരതിയെയും അറസ്റ്റ് ചെയ്തു വിട്ടയച്ചെന്നും കൊലപാതകം നടത്തിയ മാനസിനെ മനഃപൂർവ്വം ഒളിവിൽ പോകാൻ അനുവദിച്ചുവെന്നും കമലയുടെ സഹോദരൻ കുറ്റപ്പെടുത്തി. ഏതായാലും മാനസിനെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചതോടെ സുരേന്ദ്ര മൃതദേഹവുമായി തിരികെ പോകുകയായിരുന്നു. സുരേന്ദ്രയും അയൽവാസികളും തമ്മിൽ നേരത്തെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.